സാർ, സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാറ് പ്രൈവറ്റായിട്ടൊരു സംസ്കൃത പാഠശാല നടത്തിയിരുന്നെന്ന് കേട്ടു. നേരാണ്. പഠിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ അത് നിർത്തി. കമ്മത്തിന്റെ കടയിൽ കണക്കെഴുതാൻ കൂടി. എന്താ ചോദിച്ചത്? ഞാൻ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പകൽ സമയം ഞാൻ കടയിലായിരിക്കും. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാം. എന്താ പോരെ? ശരി സാർ. ആട്ടെ, നിങ്ങൾ ഏതാണ്? ഞാൻ തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. രഘു എന്നാണ് പേര്. സംസ്കൃതം ഏതുവരെ പഠിച്ചു? ശബ്ദരൂപവും ധാതുരൂപവും അമരകോശവും ഒക്കെ പഠിച്ചോ? രഘുവംശം വരെ പഠിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമായി. സൗകര്യം പോലെ വന്നോളൂ. ശരി. ആ രഘു, തുടങ്ങാറുന്ന് നല്ല ദിവസമാണ്. ഇന്ന് തന്നെ വരാം സാർ. ഷേണായി സാറില്ലേ? ഉണ്ട്. ബപ്പ, ഒരാൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു. രഘു ആയിരിക്കും. സംസ്കൃതം പഠിക്കാൻ വന്നതാണ്. തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. എന്തോ ആ കുട്ടിക്ക് സംസ്കൃതം പഠിക്കണമെന്ന നല്ല ബുദ്ധിയുണ്ടായി. മോള് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന അലമാരിയിൽ നിന്ന് കുമാരസംഭവവും ശാകുന്തളവും ഇനി എടുത്തോളൂ. ആ, നീ കുറച്ചു നാളായി പഠിത്തമൊക്കെ നിർത്തിയിരിക്കുകയല്ലേ? ഇതൊരവസരമാണ്. വന്നിരുന്ന് പഠിച്ചോളൂ. അത് വേണ്ട. അന്യജാതിയിൽപ്പെട്ട പുരുഷന്റെ അടുത്തിരുന്ന് പഠിക്കണ്ട. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ജാതിയും മതവും ആണും പെണ്ണും വ്യത്യാസമില്ല. ആചാരങ്ങളും മര്യാദകളും ഒന്നുമില്ലാതായി. പെൺകുട്ടികളെ വയസ്സറിയിച്ചു കഴിഞ്ഞാലും പഠിപ്പിക്കുക, അതും ആണുങ്ങളുടെ കൂടെ. കുമാരസംഭവവും ശാകുന്തളവും ഞാൻ പറഞ്ഞുതരാം. കൂട്ടത്തിൽ അലങ്കാരശാസ്ത്രം പഠിക്കാൻ കുവലയാനന്ദം കൂടി പഠിക്കുക. സാറിന്റെ ഇഷ്ടം. തരൂ മോളെ. മോള് കൂടി ബെഞ്ചിലിരുന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ദക്ഷിണ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാ പരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. ഹിമാലയ പർവ്വതത്തിന് ദൈവീകത്വമാണ് കാളിദാസ മഹാകവി കൽപ്പിച്ചിരിക്കുന്നത്. ഹിമോൽപുത്രിയാണല്ലോ ശ്രീപാർവതി. ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മഹാസമുദ്രങ്ങളെ മുട്ടി നിൽക്കുന്ന ഒരു അളവുകോൽ എന്ന മാതിരിയാണ് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് എന്നാണ്. രഘു, ഈ ശ്ലോകം ഒന്ന് വായിക്കൂ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമഃ നഗാധിരാജ പൂർവാപരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. ഞാൻ പപ്പടം നിൽക്കാൻ പോവാണ്. രുക്മ അവിടെ പോയി? ഒരിടം വരെ പോയി. ഞാൻ കൂടെ വരട്ടെ? ചാണകം കൊണ്ടുവരാനോ വിറക് കീറാനോ തെങ്ങിന്റെ പുറത്ത് കയറാനോ ഞാൻ കൂടെ വരാം. പോയി പപ്പടം വെക്ക്. തിരുമൽ ദേവ, എനിക്ക് പരീക്ഷിക്കാണ്. ലക്ഷ്മി 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 ലക്ഷ്മി, വെള്ളം ഞാൻ വീട്ടിൽ കൊണ്ടും തരാം. മറ്റെവിടെ ഇരിക്കട്ടെ. ഈ കളം തറൂ, ബക്കറ്റ് തരൂ, ബാക്കി എനിക്ക് തലയിൽ വെക്കൂ. എവിടെ കഷ്ടമുണ്ട് അവിടെ നാരായണപ്പയുണ്ട്. എന്റെ പപ്പടം പറ്റി എടുത്തോളൂ. എന്തായാലും പൈ നല്ല സ്നേഹമുള്ളവർ. അയ്യോ, എനിക്ക് നാളുമാകുന്നു. അയ്യോ തിരുമൽ ദേവ, വെള്ളം എല്ലാം പോയി. ഞാൻ എന്താ ചെയ്യാ? ഒടുക്കിലൊക്കെ വെള്ളം പപ്പടത്തിൽ പോയി, പപ്പടം വെള്ളത്തിൽ പോയി. ഞാൻ എന്ത് ചെയ്യും? 2 4 5
ദേ നോക്ക പിന്നെ തൊള്ള. എവിടെ പോയിട്ട് വരുന്നു? ശ്രീമന്തിരിയുടെ വീട്ടിൽ. അതാരാണ്? എന്റെ കൂട്ടുകാരി. രുഗ്മ എന്നല്ലേ പേര്? ഉം. നല്ല പേര്. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വരും. ശകുന്തള ദുഷ്യന്തനെ കണ്ട ശേഷം തോഴികളുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. അവൾക്കൊരിക്കൽ കൂടി ദുഷ്യന്തനെ കാണണമെന്ന മോഹം. അതിന് ശകുന്തള ഒരു സൂത്രം പ്രയോഗിച്ച് തിരിഞ്ഞു നോക്കുന്നു. അതാണ് ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ എന്ന ശ്ലോകം. വായിക്കൂ. ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ തന്വീ സ്ഥിതാ കതിചിതേവ പദാനി ഗത്വാ ആസീദ്വിവൃത്തവദനാ ച വിമോചയന്തി ശാഖാസു വൽക്കലമസക്തമപി ദ്വിപാനാം. ദർഭാങ്കുരേണ ചരണ ക്ഷത ഇത്യകാണ്ഡേ തന്വീ സ്ഥിതാ കതിചിതേവ പദാനി ഗത്വാ ആസീദ്വിവൃത്തവദനാ ച വിമോചയന്തി ശാഖാസു വൽക്കലമസക്തമപി ദ്വിപാനാം. ബപ്പ എന്നോട് വരാൻ പറഞ്ഞോ? നിനക്കൊരു കല്യാണ ആലോചന വന്നിരിക്കുന്നു. ഗോത്രമൊക്കെ കൊള്ളാം, പണക്കാരനുമാണ്, ശ്രീധനം ചോദിക്കുന്നുമില്ല, ചേർത്തലയുള്ള ഒരു ഭട്ടുമാമു. കൊങ്ങണ ബ്രാഹ്മണരുടെ പുരോഹിതൻ എന്ന് വെച്ചാൽ വലിയ പദവിയല്ലേ? പക്ഷേ പ്രായം അല്പം കൂടുതലാണ്. 60 വയസ്സ് അത്ര വലിയ പ്രായമൊന്നും അല്ല. രുക്മയ്ക്ക് 24 ആയില്ലേ? പ്രായം അത്ര കാര്യമാക്കാനില്ല. നമ്മുടെ ഇടയിൽ പതിവുള്ളതാണല്ലോ. പക്ഷേ 3ാമത്തെ കല്യാണമായതുകൊണ്ടൊരു പപ്പയ്ക്ക് പണശേഷിയില്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്റെ അനിയത്തിക്കും പ്രായമായിരിക്കുന്നു. കാൽ കാശ് ശ്രീധരം കൊടുക്കാൻ ബാപ്പയെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ മോൾ എതിരൊന്നും പറയരുത്. നാളെ നിന്നെ കാണാൻ, നിശ്ചയതാമ്പൂലത്തിന്റെ ദിവസം ഉറപ്പിക്കാൻ ഭട്ടുമാമു ഇവിടെ വരും. മോക്ക് നല്ലത് വരും. എന്റെ മോള് സന്ധ്യക്ക് ക്ഷേത്രത്തിൽ പോയി വിളക്ക് വെച്ച് തൊഴണം. രുക്മേ, കുറച്ചു നാളായി രുക്മയോട് ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അവസരം കിട്ടാറില്ല. ഇപ്പൊ സംസാരിക്കണം. എന്താണ്? രുക്മ സുന്ദരിയാണ്. സുന്ദരിയായ ഒരു പെണ്ണിനോട് ഒരു ചെറുപ്പക്കാരന് തോന്നാവുന്ന വികാരത്തെ പറ്റിയാണ്.
ഇങ്ങനെയൊന്നും എന്നോട് പറയരുതേ. ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ ബ്രാഹ്മണനല്ലെങ്കിലും ഹിന്ദുവാണ്. എനിക്ക് രുക്മയെ സ്നേഹിച്ചൂടെ? വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചൂടെ? ഞാൻ പോകുന്നു. രുക്മ, ആഹാ സീമന്തിനി. രുക്മേ, എന്റെ കല്യാണം ഉറച്ചു. അടുത്ത വ്യാഴാഴ്ചയാണ് നിശ്ചയതാമ്പൂലം. നീ അറിഞ്ഞോ? ഇല്ല. മട്ടാഞ്ചേരിയിലാണ് പയ്യന്റെ വീട്. കോളേജിൽ പഠിക്കുകയാണ്. ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. കാണാൻ എങ്ങനെയാ? ഞാൻ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയില്ല. എന്നാലും കാണാൻ കൊള്ളാം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ? പിന്നല്ലാതെ. എന്നാ കല്യാണം? കല്യാണം 5-6 മാസം കഴിഞ്ഞേ ഉള്ളൂ. പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് ഇത് 9ാം മാസമാണ് പോലും. അമ്മയുടെ പ്രസവം കഴിഞ്ഞ് 90 കഴിയാതെ കല്യാണം നടത്തുന്നത് ശരിയല്ലെന്നാണ് കൂടെ വന്നയാൾ പറഞ്ഞത്. ഞാൻ പോട്ടെ. ക്ഷേത്രത്തിൽ പോയതാണ്. സമയം കൂടുതലായി.